ഭാരതസഭയിൽ പുതുചരിത്രം. കേൾവി സംസാര പരിമിതിയുള്ള ആദ്യ വൈദികനായി ഫാദർ ജോസഫ് തേർമഠം അഭിഷിക്തനായി. ഭാരതസഭയ്ക്ക് ഒരേ സമയം അഭിമാനവും അതേസമയവും പുതുചരിത്രവും കുറിച്ച് കേൾവി സംസാര പരിമിതിയുള്ള ഇന്ത്യയിലെ ആദ്യ വൈദികനായി ഫാദർ ജോസഫ് തേർമഠം അഭിഷിക്തനായി. തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെയാണ് ഫാദർ ജോസഫ് തിരുപട്ടം സ്വീകരിച്ചത്. ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ക്രോസ് സന്യാസ സമൂഹാംഗമാണ് നവവൈദികൻ. ഇന്നലെ തിരുപട്ട സ്വീകരണത്തിന് പിന്നാലെ ഫാദർ ജോസഫ് തേർമഠം ആംഗ്യഭാഷയിൽ ദിവ്യബലി അർപ്പിച്ചു. ബസിലിക്ക ഇടവകയിൽ താമസിക്കുന്ന തൃശൂർ തലക്കോട്ടുകര തേർമഠം TL തോമസിന്റെയും റോസിയുടെയും ഇളയ മകനായ ജോസഫ് തേർമഠത്തിന് ജന്മനാ കേൾവിശക്തിയും സംസാരശേഷിയും ഉണ്ടായിരുന്നില്ല. വൈദികനാകണമെന്ന് ബാല്യത്തിലെ മനസ്സിലുറപ്പിച്ച് വളർന്ന ജോസഫിന് പരിമിതികൾ തടസ്സമാകുമോ എന്ന ഭയം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ സമയത്താണ് കാഴ്ചയില്ലാത്ത ഒരാൾ വൈദികനായ വാർത്ത അറിഞ്ഞത്. ഇതോടെ വൈദികനാകണമെന്ന ജോസഫിന്റെ മോഹം വീണ്ടും ശക്തമായി. മാതാപിതാക്കളും പിന്തുണച്ചു. പിതാവ് തോമസിന് മുംബൈയിൽ ഇൻഷുറൻസ് കമ്പനിയിലായിരുന്നു ജോലി. അതുകൊണ്ട് തന്നെ മുംബൈയിലാണ് പഠിച്ചതും വളർന്നതും. BSc സുവോളജി പഠനം പൂർത്തിയാക്കി. ജ്യേഷ്ഠ സഹോദരൻ US പഠിക്കാൻ പോയപ്പോൾ അവിടെ ബന്ധുവായ മറ്റൊരു വൈദികൻ പറഞ്ഞാണ് ഡൊമിനിക്കൻ മിഷണറി ഫോർ ഡെഫ് എന്ന സെമിനാരി ഉള്ളതായി അറിഞ്ഞത്. ഈ ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി അമേരിക്കയിലേക്ക് യാത്രയായി. അവിടെ ഡൊമിനിക്കൻ മിഷണറീസ് ഓഫ് ദി ഡെഫ് സന്യാസ സമൂഹത്തിന്റെ സെമിനാരിയിൽ ചേർന്നു. 2012 നിത്യവ്രതമെടുത്തു. അപ്പോഴാണ് കേൾവി വെല്ലുവിളി നേരിടുന്നവർക്കിടയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ക്രോസ് സന്യാസ സമൂഹത്തെ പറ്റി അറിയുന്നതും 2017 ഹോളി ക്രോസ് സമൂഹാംഗമാകുന്നതും. കോട്ടയം ഐമനത്ത് കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള ക്ലാസുകളും പരിശീലനങ്ങളും നടത്തുന്ന നവധ്വനി എന്ന സ്ഥാപനം ഹോളി ക്രോസ് സന്യാസ സമൂഹം നടത്തുന്നുണ്ടായിരുന്നു. ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിന്റെ ബധിരമൂകർക്കായുള്ള പ്രത്യേക മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന ഫാദർ ബിജു മൂലക്കര സ്ഥാപിച്ച നവധ്വനിയിലെത്തി ജോസഫ് തേർമഠം പരിശീലനം നേടി. 2008 ആംഗ്യഭാഷയിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ച് ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഫാദർ ബിജു മൂലക്കര. നവധ്വനിയിലെ പരിശീലനത്തിന് ശേഷം പൂനെയിലെ ഹോളി ക്രോസ് സെമിനാരിയിലെത്തിയ ജോസഫ് വൈദിക പഠനം പൂർത്തിയാക്കുകയായിരുന്നു. തുടർന്ന് ഏർക്കൂട്ടുള്ള ആശ്രമത്തിൽ 1 വർഷത്തെ നോവിഷ്യേറ്റ് പൂർത്തിയാക്കി പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. ഫാദർ ബിജു മൂലക്കരയുടെ കീഴിൽ വൈദിക കർമ്മങ്ങൾ പഠിച്ച ശേഷം കഴിഞ്ഞ 1 മാസമായി വൈദികനാകാനുള്ള അവസാനവട്ട പരിശീലനവും നവധ്വനിയിൽ പൂർത്തിയാക്കി. സ്വപ്ന സ്വാഫല്യം നേടി ബസിലിക്കയിൽ ഫാദർ ജോസഫ് തേർമഠം പ്രഥമ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ശബ്ദം നൽകിയതും ഫാദർ ബിജു മൂലക്കരയായിരുന്നു. വൈദികനായി ഹോളി ക്രോസ് സമൂഹത്തിന്റെ ബധിരമൂകർക്കായുള്ള മിനിസ്ട്രിയിൽ പ്രവർത്തിക്കാനാണ് ഡീക്കൻ ജോസഫിന്റെ തീരുമാനം. പള്ളികളിൽ ബധിരർക്കായുള്ള വിശുദ്ധ കുർബാനകൾ അർപ്പിക്കാൻ നേതൃത്വം നൽകും. ആഗോള കത്തോലിക്ക സഭയിൽ 25-ലധികം ബധിര വൈദികർ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ആദ്യമായാണ് ബധിര സമൂഹത്തിൽ നിന്നൊരാൾ വൈദിക പദവിയിലെത്തുന്നത്. തിരുപ്പട്ട ശുശ്രൂഷകളിൽ ഹോളി ക്രോസ് സമൂഹത്തിന്റെ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ഇമ്മാനുവൽ കലറക്കൽ ആർച്ച് ഡീക്കനായി. ജോസഫ് തേർമഠത്തിന്റെ പിതൃ സഹോദരൻ ഫാദർ ജോർജ് തേർമഠം മുഖ്യ സഹകാർമ്മികനായി. ഹോളി ക്രോസ് സൗത്ത് ഇന്ത്യൻ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ റോക്ക് ഡിക്കോസ്റ്റ, ഫാദർ ജോയ് വെള്ളാട്ടുകാരൻ, ഫാദർ ബിജു മൂലക്കര, ഫാദർ ജോർജ് കളരിമുറിയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു.